ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ കേരള ടു ധനുഷ്കോടി ട്രിപ്പിൻ്റെ മൂന്നാമത്തെ വീഡിയോ കേട്ടോ. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് നല്ല ചൂട് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ വണ്ടിയെടുത്തു. അങ്ങനെ ധനുഷ്കോടി പോകും തോറും ഇരുഭാഗങ്ങളിലായിട്ട് വീടുകളൊന്നും കാണുന്നില്ല. രണ്ട് ഭാഗങ്ങളിലായിട്ടും കാണപ്പെടുന്നതാണ് കടൽ വെള്ളം മാത്രം. ഞങ്ങൾ പോകുന്ന ഈ റോഡ് മാത്രമേ ഉള്ളൂ കരയായിട്ട്. അങ്ങനെ ഞങ്ങൾ ആദ്യം എത്തിയത് ഈ സ്ഥലത്താണ്. ഈ റോഡ് നേരെ പോകുന്നത് അവിടെ ഒരു ടെമ്പിൾ ഉണ്ട്, ആ ടെമ്പിളിലേക്ക്. പക്ഷേ ഞങ്ങൾ ആ ടെമ്പിളിൽ പോകുന്ന വഴിക്ക് തന്നെ വണ്ടി നിർത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അവിടെ നിന്ന് നോക്കുമ്പോൾ അതിമനോഹരമായ ഒരു കാഴ്ച തന്നെ അവിടെ കാണാൻ സാധിക്കും. കാരണം അത്രയ്ക്കും അതിമനോഹരമാണ്. എല്ലാ ഭാഗങ്ങളിലും കടൽ വെള്ളം നിറഞ്ഞു. ആ പോകുന്ന റോഡ് മാത്രമേ ഉള്ളൂ കരയായിട്ട് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരത്തേക്കും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത ശേഷം വീണ്ടും വണ്ടി എടുത്തു. ആ ടെമ്പിളിൻ്റെ അടുത്ത് വരെ ഒന്ന് പോയിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു ഞങ്ങൾ. അങ്ങനെ അവിടുന്ന് ആ ടെമ്പിൾ ഒന്ന് കറങ്ങി തിരിച്ച് ഞങ്ങൾ ധനുഷ്കോടി ലക്ഷ്യമാക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പോകും തോറും കാണുന്നത് അപ്പുറത്തും ഇപ്പുറത്തും റോഡിൻ്റെ രണ്ട് ഭാഗങ്ങളിലായിട്ട് കടൽ മാത്രമാണ് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ധനുഷ്കോടി ലക്ഷ്യമാക്കിക്കൊണ്ട് വീണ്ടും യാത്ര ചെയ്തു. അതാ കാണുന്നു ലൈറ്റ് ഹൗസ്. ലൈറ്റ് ഹൗസ് കയറാൻ എനിക്ക് പറ്റിയില്ല. ആ സമയം അത് ഓപ്പൺ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആരോട് കയറാൻ പറ്റും. പിന്നെ കാണുന്നത് ആ പള്ളിയാണ്, പണ്ടത്തെ ആ പള്ളി. ഈ പള്ളി മാത്രമാണ് അവിടെ അവശേഷിക്കുന്നതെന്ന് പറയാം. കാരണം അത് നിർമ്മിച്ചിരിക്കുന്ന നിർമ്മാണ രീതി അതുകൊണ്ടായിരിക്കും. അങ്ങനെ ആ പള്ളി ഫുള്ളും ഞങ്ങൾ ചുറ്റി കണ്ട ശേഷം ആ പള്ളീൻ്റെ തൊട്ടു ബാക്കിലായിട്ട് അവിടെ ആ കടൽ. ഈ കടൽ വെള്ളത്തിൽ ഞങ്ങൾ കുറച്ചു നേരം ചാടി കുളിച്ച് കുറച്ചു നേരം കളിക്കുകയൊക്കെ ചെയ്തു. കാരണം അത്രയ്ക്ക് നല്ലൊരു ക്ലൈമറ്റും കൂടെ ആയതുകൊണ്ട് അവിടെ കുറേ പേര് കളിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ കളിച്ച് ഫോട്ടോസ് വീഡിയോസ് എടുത്തു. പിന്നെ അവിടുന്ന് വീണ്ടും യാത്രയായി ധനുഷ്കോടിൻ്റെ ആ എൻഡിലേക്ക്, ആ ലാസ്റ്റ് എൻഡിലേക്ക് ഞങ്ങൾ പോകും. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് വണ്ടി നിർത്താൻ സ്ഥലമല്ലേ. അങ്ങനെ വണ്ടി കുറച്ച് ദൂരെ കൊണ്ട് നിർത്തി. അവിടുന്ന് ഞങ്ങൾ എല്ലാവരും നടന്നു വന്നാണ് സ്ഥലമൊക്കെ. നല്ല അടിപൊളി സ്ഥലം തന്നെ. എല്ലാ ഭാഗങ്ങളും കടൽ, ഈ കാണുന്നത് മാത്രം കര. ഇനി അടുത്തൊരു പ്രാവശ്യം വരുമ്പോഴത്തേക്ക് ഇതിലൊക്കെ വെള്ളം കയറും സംശയമാണ്. കാരണം അതുപോലെയാണ് ഇവിടെ ഉള്ളത്. കാരണം ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്തു. നല്ല അടിപൊളി സ്ഥലം തന്നെയാണ്. അങ്ങനെ അത് കണ്ടു ഞങ്ങൾ. ഇനി അവിടെ നിന്ന് ഉച്ച സമയം കൂടെ ആയതുകൊണ്ട് നല്ല വെയിലാണ്. അങ്ങനെ അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോയുമായി ഇനി അടുത്ത ദിവസം കാണാം. അപ്പോൾ ബൈ.